നിങ്ങളുടെ ജീവിതത്തിലൊരു സ്വപ്നമുണ്ടോ? ഭാവിയെക്കുറിച്ചൊരു ചിത്രം മനസ്സിലുണ്ട്, പക്ഷേ ഇപ്പോൾ ജീവിക്കുന്ന യാഥാർത്ഥ്യവുമായിട്ട് അതിന് വലിയൊരു അകലമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഒരുപക്ഷെ ദൈവം നിങ്ങളെ എങ്ങോട്ടാണ് നയിക്കുന്നതെന്നൊരു ധാരണയൊക്കെ ഉണ്ടാകാം, എന്നാലും അങ്ങോട്ടേക്കുള്ള വഴി അതത്ര വ്യക്തമല്ലാത്ത പോലെ ഒരു തോന്നൽ. പലർക്കും അനുഭവമുള്ള ഒന്നാണത്. ഈ ഒരു അനുഭവത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നിങ്ങൾ പങ്കുവച്ച ആ ഒരു വിഷയം, ദ ആർക്കിടെക്ചർ ഓഫ് ഹോപ്പ്, ബിൽഡിംഗ് യുവർ ഫ്യൂച്ചർ വിത്തിൻ, അതിലെ ചില പ്രധാന ആശയങ്ങളിലേക്ക് നമുക്കൊന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. ശരിയാണ്. ഇതിൽ പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങളൊക്കെ, നേട്ടങ്ങൾ, അതെല്ലാം ആദ്യം രൂപപ്പെടുന്നത് നമ്മുടെ ഉള്ളിലാണ്. അതായത് പുറത്ത് നമ്മൾ കെട്ടിപ്പടുക്കുന്നതിന് മുന്നേ നമ്മുടെ മനസ്സിൻ്റെ കണ്ണുകൊണ്ടത് കാണണം, അല്ലേ? അതെ, കൃത്യമായി പറഞ്ഞ അത് തന്നെ. നമ്മുടെ ചിന്തകൾ, ഭാവനകൾ, പിന്നെ പ്രതീക്ഷകൾ, ഈ ആന്തരിക ലോകം എങ്ങനെയാണ് നമ്മുടെ പുറമേയുള്ള അനുഭവങ്ങളെ, നമ്മുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ തന്ന ഈ ആശയങ്ങൾ വെച്ച് മനസ്സിലെ സ്വപ്നങ്ങളും കൺമുന്നിലെ യാഥാർത്ഥ്യവും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ്, ആ വിടവ് എങ്ങനെ നികത്താം, അല്ലെങ്കിൽ ആ ഒരു പാലം എങ്ങനെ പണിയാം എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ആ പോയിന്റിലേക്ക് കിടക്കാം. ഭാവന നമ്മുടെ ഉള്ളിലെ ഒരു പണിപ്പുര എന്നാണ് അതിനെ പറയുന്നത്, അല്ലേ? അതെ, ഒരു വർക്ക്ഷോപ്പ് പോലെ. ഭാവന എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണ എന്താ പറയുക, വെറും ദിവാസ്വപ്നം അല്ലെങ്കിൽ കെട്ടുകഥ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കാറ്. പക്ഷേ ഈ ചിന്താരീതി അനുസരിച്ച് ഭാവന എന്നത് ദൈവം തന്ന വലിയൊരു ശക്തിയാണ്, ഒരു ആത്മീയ കഴിവ്. ശരിയാണ്. അതൊരു വെറും മാനസിക വ്യായാമമല്ല, അതിനപ്പുറം അതൊരു ആത്മീയ തലമാണ്. കാണാൻ പറ്റാത്ത സാധ്യതകളെ ആദ്യമായി ഡിസൈൻ ചെയ്യുന്ന ഒരിടം. നമ്മൾ അറിയാതെ തന്നെ ദിവസവും ഇത് ഉപയോഗിക്കുന്നുണ്ട്. നാളത്തെ കാര്യം പ്ലാൻ ചെയ്യാൻ, പഴയത് ഓർക്കാൻ, അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ അതിനൊരു വഴി കാണാൻ. ഇപ്പോൾ ഞാൻ ചോദിക്കുക, നിങ്ങളുടെ വീട്ടിൽ എത്ര വാതിലുണ്ട്? ഞാൻ മനസ്സുകൊണ്ടൊന്ന് എണ്ണി നോക്കും. അതെ, മനസ്സുകൊണ്ട് ആ വീട്ടിലൂടെ ഒന്ന് നടന്നു നോക്കും, അല്ലേ? അതാണ് ഭാവനയുടെ ഒരു പ്രാക്ടിക്കൽ തലം. പക്ഷേ ഈ പഠനം പറയുന്നത് അതിനേക്കാൾ ആഴത്തിലുള്ളൊരു കാര്യമാണ്. അതെന്താണ് ഈ ആത്മീയ പണിപ്പുര എന്നുള്ളത്? ഒന്നുകൂടി വ്യക്തമാകാമോ? പറയാം. ബൈബിളിലെ സുഭാഷിതങ്ങളിൽ ഒരിടത്ത് പറയുന്നുണ്ട്, ഒരാൾ തൻ്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് പോലെയാണ് അവൻ. അതായത് നിങ്ങളുടെ ഉള്ളിൽ, ഹൃദയത്തിൽ ഏത് ചിത്രമാണോ ഏറ്റവും പ്രബലമായി നിൽക്കുന്നത്, അതായിരിക്കും നിങ്ങളുടെ ജീവിത യാഥാർത്ഥ്യം. അപ്പോൾ ഭാവന വെറും ചിന്തയല്ല, പുതിയ ആശയങ്ങൾ, ദൈവീക ദർശനങ്ങൾ, ചിലപ്പോൾ അത്ഭുതങ്ങൾ പോലും രൂപം കൊള്ളുന്ന ഒരു ഗർഭം ധരിക്കുന്ന ഒരു ആത്മീയ ഗർഭപാത്രം പോലെയാണെന്നാണ് ഈ രചന പറയുന്നത്. ആർക്കിടെക്ട് അയാൾ ആദ്യം ഇഷ്ടിക വെക്കുകയല്ലോ ചെയ്യുന്നത്. അതെയല്ല, ആദ്യം ബ്ലൂ പ്രിന്റ് വേണം. അതെ, ആദ്യം വേണ്ടത് ഒരു ബ്ലൂ പ്രിന്റ് ആണ്, കടലാസിൽ വരച്ചൊരു ദർശനം. ആ ബ്ലൂ പ്രിന്റ് ആണ് പിന്നീട് പണിക്കാരെ നയിക്കുന്നത്. അതുപോലെ നമ്മുടെ ഭാവനയാണ് നമ്മുടെ ഭാവിയുടെ ബ്ലൂ പ്രിന്റ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു താരതമ്യമാണല്ലോ അത്. അപ്പോൾ നമ്മളോട് തന്നെ ചോദിക്കണം, അല്ലേ, എൻ്റെ ഭാവിയുടെ ബ്ലൂ പ്രിന്റ് ഇപ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത്? എൻ്റെ ഭാവനയിൽ എന്താണ് കൂടുതൽ, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണോ അതോ എൻ്റെ പേടികളും ഇല്ലായ്മകളുമാണോ? കൃത്യം. ആ ചോദ്യം ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. കാരണം ആ ബ്ലൂ പ്രിന്റ് അനുസരിച്ചായിരിക്കും മുന്നോട്ടുള്ള നിർമ്മാണം. പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ പേടികളും സംശയങ്ങളും ഭാവനയിൽ ഇങ്ങനെ ചിത്രീകരിച്ച് ആ ബ്ലൂ പ്രിന്റ് വെച്ചൊരു ഭാവി ഉണ്ടാക്കിക്കൊണ്ടിരിക്കാവാം. അയ്യോ, അങ്ങനെയെങ്കിൽ ഈ ഭാവനയെ, ഈ ആന്തരിക ബ്ലൂ പ്രിന്റിനെ എങ്ങനെ ശരിയായ ദിശയിലേക്ക് മാറ്റാം? എങ്ങനെ ദൈവീക വാഗ്ദാനങ്ങൾ കൊണ്ട് അതിനെ നിറയ്ക്കാൻ പറ്റും? ഇവിടെയാണ് പ്രത്യാശ വരുന്നതല്ലേ? അതെ, ഭാവന ബ്ലൂ പ്രിന്റ് ആണെങ്കിൽ പ്രത്യാശയാണ് അതിൻ്റെ ഡിസൈനർ എന്ന് വേണമെങ്കിൽ പറയാം. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ ഒരു ഭാഗമുണ്ട്, പ്രത്യാശയാലത്രേ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ കാണുന്ന പ്രത്യാശയല്ലല്ലോ. താൻ കാണുന്ന ഒന്നിനു വേണ്ടി ആരെങ്കിലും പ്രത്യാശിക്കുമോ? ഇത് വെറുതെ എല്ലാം ശരിയാവും എന്ന് വിചാരിക്കുന്നൊരു ഒപ്റ്റിമിസം മാത്രമല്ല, അതിനപ്പുറം നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്നുള്ള ഉറച്ച ഒരു സന്തോഷകരമായ പ്രതീക്ഷയാണ്. നമ്മുടെ കണ്ണിനിപ്പോൾ കാണാൻ പറ്റാത്ത നല്ലൊരു ഭാവിയെ ഹൃദയം കൊണ്ട് കാണാനുള്ള കഴിവ്. ഓക്കെ, അപ്പോൾ പ്രത്യാശ നല്ല ചിത്രങ്ങൾ വരയ്ക്കാൻ സഹായിക്കുന്നു. പക്ഷെ ആ ചിത്രം അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ വിശ്വാസം കൂടി വേണ്ടേ? അതെങ്ങനെയാണ് ഇതിൽ വരുന്നത്? നിങ്ങളെക്കുറിച്ചുള്ള നിശ്ചയവുമാകുന്നു. അതെ, അതായത് പ്രത്യാശ ഭാവനയിൽ ഒരു ചിത്രം കൊടുക്കുമ്പോൾ വിശ്വാസമാണ് അതിന് ജീവൻ കൊടുക്കുന്നത്, അതിനെ ഒരു റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത്. ഹൃദയം കൊണ്ട് കാണാൻ ഒരു ചിത്രമില്ലെങ്കിൽ വിശ്വാസത്തിന് എവിടെ പണിയാൻ പറ്റും?
ഒന്നുമില്ല. ശരിയാണ്. നിങ്ങൾ പറഞ്ഞ ആ രചനയിൽ ഒരു നല്ല ഉദാഹരണമുണ്ട്. തെർമോസ്റ്റാറ്റും ഫർണസും. ആ, അത് കൊള്ളാമല്ലോ. എങ്ങനെയാണത്? പ്രത്യാശ അതൊരു റൂമിലെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്ന തെർമോസ്റ്റാറ്റ് പോലെയാണ്. അത് ലക്ഷ്യം പറയുന്നു, എനിക്ക് ഇത്ര ഡിഗ്രി ചൂട് വേണം. ഓക്കെ. വിശ്വാസം അത് ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഫർണസ്, അതായത് ഹീറ്റർ പോലെയാണ്. അത് പ്രത്യാശ സെറ്റ് ചെയ്ത ടെമ്പറേച്ചറിലേക്ക് റൂമിനെ എത്തിക്കാൻ പണിയെടുക്കുന്നു. ശ്രമിക്കുമോ? ഒരു പരിധി വരെ അതെ. കാരണം വിശ്വാസം വർക്ക് ചെയ്യുന്നത് പ്രത്യാശ കൊടുക്കുന്ന ടാർഗറ്റ് അനുസരിച്ചാണ്. അപ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കാത്ത ഭയത്തെ യാഥാർത്ഥ്യമാക്കാൻ നിങ്ങളുടെ വിശ്വാസം പണിയെടുക്കും. ദൈവമേ. എന്നാൽ മറിച്ച് നിങ്ങളുടെ പ്രത്യാശ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ ഉറപ്പിച്ചിരിക്കുകയാണെങ്കിൽ 2 കൊരിന്ത്യർ 1:20 പറയുന്ന പോലെ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെല്ലാം യേശുവിൽ ഉവ്വെന്നും ആമേൽ എന്നുമാണല്ലോ. അതെ. അപ്പോൾ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ ഭാവനയിൽ കണ്ട നല്ല ഭാവിയെ പടുത്തുയർത്താൻ തുടങ്ങും. അതുകൊണ്ട് നമ്മുടെ പ്രത്യാശയെ കാത്തുസൂക്ഷിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്ങനെയാണത്? ഉത്കണ്ഠയൊക്കെ വരുമല്ലോ. വരും. ഉത്കണ്ഠയും ഭയവും മനസ്സിൽ പരാജയത്തിന്റെ ചിത്രങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവവചനം ഉപയോഗിച്ച് ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ ഓർത്ത് ആ ചിത്രങ്ങളെ നമ്മൾ ബോധപൂർവം മാറ്റിവരയ്ക്കണം. ഓക്കെ. പ്രത്യാശ വെറുതെ ഇരിക്കുന്ന ഒന്നല്ല. ദൈവം എങ്ങനെ കാണുന്നുവോ അതുപോലെ കാണാൻ നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യിക്കുന്നൊരു ഡിസിപ്ലിനാണത്. 2 കൊരിന്ത്യർ 5:7 ഓർമ്മിപ്പിക്കുന്ന പോലെ നമ്മൾ കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് നടക്കുന്നത്. ശരിയാണ്. അപ്പോൾ ഭാവനയിലൂടെ ഒരു ദർശനമുണ്ടാക്കുന്നു, പ്രത്യാശ അതിന് ദിശ നൽകുന്നു, വിശ്വാസം അതിനെ പണിയാൻ തുടങ്ങുന്നു. പക്ഷേ അടുത്ത പ്രശ്നം വരുന്നത് ഇതിനെ സംരക്ഷിക്കാനാണെന്ന് തോന്നുന്നു. കാരണം നല്ല വിത്ത് വിതച്ചാലും കളകളും വളരുമല്ലോ ചുറ്റും. അതെ അതെ. ഈ ഉള്ളിലെ ദർശനത്തെ നെഗറ്റീവ് ചിന്തകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം? ഞങ്ങൾ ഇടിച്ചു കളയുന്നു. സകല ചിന്തയെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുകയും ചെയ്യുന്നു. എല്ലാ ദിവസവും നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തു നിന്നും നെഗറ്റീവ് ചിന്തകൾ വരും. ഇതൊന്നും നടക്കില്ല, നീ ഇതിന് കൊള്ളില്ല, നീ പണ്ടത്തെ പോലെ തന്നെ മാറില്ല എന്നൊക്കെയുള്ള സൗണ്ട്സ്. ആ ശബ്ദങ്ങളെ വെറും വാക്കുകളായിട്ട് ഇഗ്നോർ ചെയ്താൽ പോരാ. കാരണം ഈ രചന അനുസരിച്ച് ആ വാക്കുകൾ വെറും സൗണ്ട്സ് അല്ല. അവ നിങ്ങളുടെ മനസ്സിലെ ബ്ലൂ പ്രിന്റ് മായ്ക്കാൻ അല്ലെങ്കിൽ മാറ്റി എഴുതാൻ കഴിവുള്ള ചിത്രങ്ങളാണ് മനസ്സിലുണ്ടാക്കാൻ നോക്കുന്നത്. അവയെ തിരിച്ചറിഞ്ഞ് ബോധപൂർവം തള്ളിക്കളയണം. ഏലിയ പ്രവാചകന്റെ കാര്യം നോക്കൂ. ഏലിയാവ് വലിയ ധൈര്യശാലിയായിരുന്നു. കർമ്മേൽ മലയിൽ വെച്ച് ബാലിന്റെ പ്രവാചകന്മാരെയൊക്കെ വെല്ലുവിളിച്ച് ആകാശത്ത് നിന്ന് തീയിറക്കി ദൈവത്തിന്റെ ശക്തി കാണിച്ച ആളാണ്. അതെ, വളരെ പവർഫുൾ ആയിരുന്നു. പക്ഷെ തൊട്ടു പിന്നാലെ ഈസബൽ രാജ്ഞി കൊല്ലുമെന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് അയച്ചു. അത് കേട്ടപ്പോൾ ബൈബിൾ എന്താ പറയുന്നത്? 1 രാജാക്കന്മാർ 19:3 അത് കണ്ടിട്ട് അവൻ എഴുന്നേറ്റ് തന്റെ ജീവരക്ഷയ്ക്കായി ഓടിപ്പോയി. കണ്ടിട്ട് എന്നാണ് പറയുന്നത്. ആ വാക്ക് ശ്രദ്ധേയമാണ്. കണ്ടു. അതെ, അവൻ ആ ഭീഷണി കണ്ടു. അതായത് അവന്റെ ഭാവനയിൽ അവൻ ഈസബേലിന്റെ ഭീഷണിയെ ഒരു റിയാലിറ്റി ആയിട്ട് കണ്ടു. ഒരുപക്ഷെ അവന്റെ മരണത്തിന്റെ ചിത്രം മനസ്സിൽ കണ്ടു. ആ മനസ്സിലെ ചിത്രം അതുവരെ ഉണ്ടായിരുന്ന ധൈര്യത്തെയും ജയത്തെയും ഓവർ റൈഡ് ചെയ്തു. അപ്പോ ശരിക്കും ഭീഷണിയല്ല, മനസ്സിലെ ചിത്രമാണ് തോൽപ്പിച്ചത്. അതാണ് പോയിന്റ്. ഈസബേലിന്റെ വാക്കല്ല, ആ വാക്കുകൾ മനസ്സിലുണ്ടാക്കിയ പരാജയത്തിന്റെ ചിത്രമാണ് ഏലിയാവിനെ ഭയപ്പെടുത്തിയത്. അപ്പോ നമ്മൾ എന്ത് കാണുന്നു, കേൾക്കുന്നു എന്നതിലൊക്കെ വലിയ ശ്രദ്ധ വേണം, അല്ലേ? തീർച്ചയായും. വളരെ ശ്രദ്ധയും വിവേചനവും വേണം. നമ്മുടെ ഹൃദയത്തിലെ ദർശനത്തിന് എതിരായിട്ടുള്ള നെഗറ്റീവ് ഇൻഫ്ലുവൻസസ്, അത് സംസാരമാകാം, മീഡിയ ആകാം, എന്തും, അവയെ ലിമിറ്റ് ചെയ്യുക. പരാജയത്തിൻ്റെയോ ഇത് നടക്കില്ല എന്നതിൻ്റെയോ ഒരു ചിത്രം മനസ്സിൽ വരുമ്പോൾ അതിനെ തിരിച്ചറിഞ്ഞ് ബോധപൂർവം ദൈവവചനത്തെ ബേസ് ചെയ്തുള്ള വിജയത്തിൻ്റെയും സാധ്യതയുടെയും ചിത്രം അവിടെ വയ്ക്കുക. ലോകം നമ്മുടെ അവസ്ഥയെക്കുറിച്ച് എന്തു പറയുന്നു എന്നതിലല്ല, ദൈവം നമ്മളെക്കുറിച്ച് എന്ത് വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നതിൽ ഫോക്കസ് ചെയ്യുക. ആ ദർശനത്തെ സംരക്ഷിക്കുക എന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇത് കേൾക്കുമ്പോൾ ഈ ഭാവനയെ നിയന്ത്രിക്കുക, പ്രത്യാശയിൽ നിൽക്കുക, ദർശനം സംരക്ഷിക്കുക, ഇതൊക്കെ നല്ല അധ്വാനം വേണ്ട കാര്യങ്ങളാണല്ലോ. ഈ പ്രോസസ്സിൽ നമ്മൾ ഒറ്റയ്ക്കാണോ? വല്ല ഹെൽപ്പുണ്ടോ? വളരെ നല്ലൊരു പോയിന്റിലേക്കാണ് വന്നത്. ഈ രചനയും അത് അടിവരയിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഒറ്റയ്ക്കല്ല.
ഈ ഉള്ളിലെ വീട് പണിയിൽ നമുക്ക് ഏറ്റവും വലിയൊരു ഹെൽപ്പറുണ്ട്, പരിശുദ്ധാത്മാവ്. ആ, ഓക്കെ. നമ്മുടെ ഉള്ളിലെ ദർശനത്തിന് ജീവൻ കൊടുക്കുന്ന, അതിനെ റിയാലിറ്റിയിലേക്ക് നയിക്കുന്ന ഒരു ഡിവൈൻ ആർക്കിടെക്റ്റ്, ഒരു ദൈവീക ശില്പിയായിട്ടാണ് പരിശുദ്ധാത്മാവിനെ ഇവിടെ പറയുന്നത്. യോഹന്നാൻ 16:13 യേശു പറയുന്നില്ലേ, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും, വരുവാനുള്ള കാര്യങ്ങൾ അവൻ നിങ്ങൾക്ക് അറിയിച്ചു തരും. വരുവാനുള്ള കാര്യങ്ങൾ അറിയിച്ചു തരും. അത് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. അതെങ്ങനെയാ ഭാവനയുമായി കണക്റ്റഡ് ആവുന്നത്? അതാണ് പോയിന്റ്. പരിശുദ്ധാത്മാവ് വെറുതെ ഫ്യൂച്ചർ പറയല്ല, മറിച്ച് ദൈവം നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ഭാവിയുടെ സാധ്യതകളെ, അതിന്റെ പിക്ചേഴ്സ് നമ്മുടെ ഹൃദയത്തിന്റെ ക്യാൻവാസിൽ വരച്ചു കാണിച്ചു തരാൻ സഹായിക്കുന്നു. ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള ലിമിറ്റേഷൻസ്, ഇല്ലായ്മകൾ അതല്ല, മറിച്ച് ദൈവത്തിൽ എന്താണോ പോസിബിൾ അത് ഭാവനയിൽ കാണാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ടാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നത് മാത്രമല്ല, തിരിച്ച് ദൈവാത്മാവിന് നമ്മളോട് സംസാരിക്കാനും നമ്മുടെ ഭാവനയെ ദൈവിക പ്ലാൻസും പോസിബിലിറ്റീസും കൊണ്ട് നിറയ്ക്കാനും ഒരു അവസരം കൊടുക്കുന്ന ഒന്നായിരിക്കണം എന്ന് പറയുന്നത്. ഇതിനൊരു ഉദാഹരണം പറയാൻ പറ്റുമോ? തീർച്ചയായും. യേശു 5000 പേരെ ഊട്ടിയ സംഭവം ഓർമ്മയില്ലേ? ഉണ്ട്. 5 അപ്പവും 2 മീനും. അതെ, വെറും 5 അപ്പവും 2 മീനും. മാനുഷികമായി നോക്കിയാൽ ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥ. പക്ഷെ യേശു അവിടെ കണ്ടത് ആ കുറവിനെയല്ല. മർക്കോസ് 6:41 പറയുന്നു, അവൻ ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി. ആ സ്വർഗത്തിലേക്ക് നോക്കി എന്ന പ്രയോഗം അത് വളരെ കീയാണ്. ശരിയാണ്. അവൻ നിലവിലെ സിറ്റുവേഷനിലേക്കല്ല നോക്കിയത്, ലിമിറ്റേഷനിലേക്കല്ല, മുകളിലേക്ക്, ദൈവത്തിൻ്റെ ഇൻഫിനിറ്റ് പോസിബിലിറ്റീസിലേക്ക് നോക്കി. ഒരു പക്ഷേ അവൻ്റെ ഭാവനയിൽ ആ അപ്പവും മീനും പെരുകി എല്ലാവർക്കും തൃപ്തിയാവോളം കിട്ടുന്ന ആ സമൃദ്ധിയുടെ ചിത്രം കണ്ടിരിക്കാം. ആ ദർശനമാണ് പിന്നെ യാഥാർത്ഥ്യമായത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ കുറവുകളും ഇമ്പോസിബിൾ സിറ്റുവേഷൻസും വരുമ്പോൾ നമ്മളും ആ പ്രോബ്ലത്തിലേക്ക് നോക്കാതെ മുകളിലേക്ക് നോക്കണമെന്നാണോ ഈ പറയുന്നത്? അതെ, നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങളുടെ ദർശനത്തെ ഡിക്റ്റേറ്റ് ചെയ്യാൻ സമ്മതിക്കരുത്. പകരം ദൈവം ആ സാഹചര്യത്തെക്കുറിച്ച് എന്ത് കാണുന്നുവോ അത് കാണാൻ പരിശുദ്ധാത്മാവിനോട് ഹെൽപ്പ് ചോദിക്കുക. കയ്യിലുള്ള ആ ചെറിയതിനെ ഓർത്ത് വിഷമിക്കാതെ അതിനെ ദൈവകരങ്ങളിൽ കൊടുത്ത് ബ്ലെസ് ചെയ്യുക. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഭാവനയിൽ വലിയ കാര്യങ്ങൾ വരച്ചു കാണിച്ചു തരും. ആ ദർശനത്തിൽ വിശ്വസിച്ച് മുന്നോട്ടു പോവുക. വളരെ പ്രോത്സാഹിപ്പിക്കുന്ന ചിന്തകളാണ് ഇതൊക്കെ. അപ്പോൾ ഈ ഒരു ഡിസ്കഷനിൽ നിന്ന് നമുക്ക് പ്രാക്ടിക്കലായി ഓർത്തിരിക്കാൻ പറ്റുന്ന മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണ്? ഈ പ്രത്യാശയുടെ വാസ്തുവിദ്യ നമ്മുടെ ഉള്ളിൽ പണിയാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, ഈ ആശയങ്ങൾ വെച്ച് നോക്കിയാൽ ഒരു 4 കാര്യങ്ങൾ നമുക്ക് ചുരുക്കി പറയാം. 1, ലക്ഷ്യത്തോടെ ഭാവന കാണുക. മനസ്സിനെ വെറും ചിന്തകളുടെ സ്ഥലമായി കാണാതെ ദൈവിക സാധ്യതകൾ ഡിസൈൻ ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പായിട്ട് ഉപയോഗിക്കുക. എന്ത് ബ്ലൂ പ്രിൻ്റാണ് വരയ്ക്കുന്നതെന്ന് എപ്പോഴും ശ്രദ്ധിക്കുക. ശരി. 2, ഉറച്ച ബോധ്യത്തോടെ പ്രത്യാശിക്കുക. നിങ്ങളുടെ ഉള്ളിലെ തെർമോസ്റ്റാറ്റ് പേടിയിലേക്കല്ല, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലേക്ക് സെറ്റ് ചെയ്യുക. കാണാത്ത നല്ല ഭാവിയെ ഹൃദയം കൊണ്ട് കാണാൻ പഠിക്കുക. 3, നിങ്ങളുടെ ദർശനം സംരക്ഷിക്കുക. മനസ്സിലേക്ക് വരുന്ന നെഗറ്റീവ് ചിന്തകളെയും പുറത്തുനിന്നുള്ള സ്വാധീനങ്ങളെയും തിരിച്ചറിഞ്ഞൊഴിവാക്കുക. തോൽവിയുടെ ചിത്രങ്ങൾക്ക് പകരം ജയത്തിൻ്റെ ചിത്രങ്ങൾ ബോധപൂർവം വയ്ക്കുക. 4, പരിശുദ്ധാത്മാവുമായി സഹകരിക്കുക. ഈ പണിയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. വരുവാനുള്ള കാര്യങ്ങൾ കാണിച്ചു തരാനും ഭാവനയെ ഗൈഡ് ചെയ്യാനും പരിശുദ്ധാത്മാവിനെ അനുവദിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കാനും സമയം കൊടുക്കുക. അതായത് ഭാവന ബ്ലൂ പ്രിന്റ്, പ്രത്യാശ ഡിസൈൻ, വിശ്വാസം പണിക്കാരൻ, പരിശുദ്ധാത്മാവ് ചീഫ് ആർക്കിടെക്ട്. ആഹാ, കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. അതാണ് ഈ രചനയുടെ കാതൽ. നിങ്ങൾ ആഗ്രഹിക്കുന്ന, ദൈവം നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുള്ള ആ ജീവിതം ഒരു സാധ്യതയായിട്ട് ഓൾറെഡി നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതിനെ പുറത്തു കൊണ്ടുവരേണ്ട പണിയാണ് നമ്മുടേത്. ഹെബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. 2-ാം അധ്യായത്തിൽ, നീ ദർശനം എഴുതുക, അത് വായിക്കുന്നവന് എളുപ്പം വായിച്ചെടുക്കാൻ തക്കവണ്ണം പലകയിൽ വ്യക്തമായി കുറിക്കുക. അതെ, ഈ ദർശനത്തിന് ഒരു നിശ്ചിത സമയമുണ്ട്. അതതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വേഗം അടുത്തുകൊണ്ടിരിക്കുന്നു. അത് വ്യാജമല്ല. അത് വൈകുന്നതായി തോന്നിയാലും
അതിനായി കാത്തിരിക്കുക. അത് തീർച്ചയായും വരും, താമസിക്കുകയില്ല. ആ വാക്ക് ശ്രദ്ധേയമാണ്. താമസിക്കുകയില്ല. അതെ, അവിടെ വൈകുക, താമസിക്കുക എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഹീബ്രു വാക്കുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മുടെ കാഴ്ചപ്പാടിൽ ചിലപ്പോൾ പതുക്കെയാണെന്ന് തോന്നാം, പക്ഷേ ദൈവത്തിൻ്റെ ടൈമിങ്ങിൽ അത് കറക്റ്റായിട്ട് സംഭവിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. അത് വലിയൊരു ഉറപ്പാണല്ലോ. സ്വന്തം കഴിവിലോ സാഹചര്യത്തിലോ അല്ല, ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലും ടൈമിങ്ങിലുമാണ് ആശ്രയിക്കേണ്ടത്. സുഭാഷിതങ്ങൾ 3:5-6 പറയുന്നതും അതുതന്നെയല്ലേ? പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. അതെ. അതുകൊണ്ട് ഇന്നിത് കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു ചിന്ത തന്നുകൊണ്ട് നമുക്ക് നിർത്താം. ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ നിന്നൊന്നുയർത്തി മുകളിലേക്ക് നോക്കുക. ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ള ആ പോസിബിലിറ്റീസിലേക്ക് നിങ്ങളുടെ ഭാവനയെ ഒന്ന് അയക്കൂ. നിങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഹെൽപ്പോടെ ആ നല്ല ഭാവിയുടെ ചിത്രം വരയ്ക്കാൻ തുടങ്ങുക. അതിൽ പ്രത്യാശ വയ്ക്കുക, അതിനെ കാത്തു സൂക്ഷിക്കുക. കാരണം ഈ രചന നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ നാളെ നിങ്ങൾ ജീവിക്കാൻ പോകുന്ന ലോകം, അത് ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഭാവനയിൽ കാണുന്നതും വിശ്വസിക്കുന്നതും പ്രത്യാശിക്കുന്നതുമായിരിക്കും. നിങ്ങളുടെ ഭാവി ആദ്യം പണിയേണ്ടത് നിങ്ങളുടെ ഉള്ളിലാണ്.